നമസ്കാരം പ്രിയമുള്ളവരെ. ഓഫാം എന്ന ചാനൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചില കാർഷിക പരിപാടികൾ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു. വളരെ പ്രചാരത്തിലുള്ള തിരിനന കൃഷി, അതിൻ്റെ ഗുണങ്ങളും അത് ചെയ്യുന്ന രീതിയുമാണ് കാണിച്ചു തരുന്നത്. തിരിനന കൃഷി എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നു. ദിവസവും നനയ്ക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരുവാണെങ്കിലും ഒരു 8-10 ദിവസം വരെ കണ്ടെയ്നറിലുള്ള വെള്ളം കൊണ്ട് തന്നെ ചെടിക്ക് 8-10 ദിവസം അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടം. പക്ഷെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അത് ഘടിപ്പിക്കുന്നത് എങ്ങനെ, ഇത്തരം കാര്യങ്ങളിൽ പലർക്കും സംശയമുണ്ടാകാം. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാനും അത് കാണിച്ചു തരാനുമാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് ലഭ്യമായിട്ടുള്ള കിറ്റിൽ സാധാരണ 10 കണ്ടെയ്നറുകളാണ് ഉള്ളത്. അതുകൂടാതെ അതിൻ്റെ ടോപ്പ്, തിരികൾ, എൻഡ് ഗ്യാപ്പ്, ഹോസ് ഹോൾഡർ, കണ്ടെയ്നറുകൾ തമ്മിൽ ഘടിപ്പിക്കാനുള്ള 1 അടി നീളമുള്ള PVC പൈപ്പ് ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ നിരത്തി വച്ച് അത് തമ്മിൽ യോജിപ്പിക്കുക. നമുക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ സ്ഥാപിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അതുമെല്ലാം പാരലായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഒരു സൈഡ് എൻഡ് ഗ്യാപ്പിട്ട് ക്ലോസ് ചെയ്യുക. പിന്നെ മറുവശത്ത് പാരലായിട്ട് തന്നെ PVC ലൈനോ ഹോസോ ഉപയോഗിച്ച് അതിലൊരു ഹോസ് കണക്ടർ കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഗാർഡൻ ഹോസ് വഴി ജലം സുലഭമായി കണ്ടെയ്നറിനുള്ളിലേക്ക് എത്തിക്കാം. കണ്ടെയ്നറിൻ്റെ മൂടി തുറന്നു നോക്കിയാൽ തന്നെ അതിലേക്ക് ജലം ക്രമമായി തന്നെ ഒഴുകിയെത്തുന്നത് മനസ്സിലാക്കാം. ഇതിനോടകം നമുക്ക് ലഭിച്ചിട്ടുള്ള ആ തിരി നമ്മൾ ഒരു 2-3 മണിക്കൂർ ഒരു ചരുവത്തിലോ ഒരു കണ്ടെയ്നറിലോ ഒന്ന് കുതിരാനായിട്ടിടണം. കാരണം അത് വെള്ളം നന്നായിട്ട് വലിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ വേണം നമുക്ക് കണ്ടെയ്നറിലേക്ക് സ്ഥാപിക്കാൻ. ഗ്രോ ബാഗാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഗ്രോ ബാഗിൽ ഈ തിരി കിടക്കത്തക്ക രീതിയിലുള്ള ഹോള് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മണ്ണ്, അത് വേപ്പും പിണ്ണാക്കും ചകിരിച്ചോറും എല്ലാം മിക്സ് ചെയ്താണെങ്കിൽ പോലും നമുക്കത് കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് നമ്മളുടെ രീതിയിലും കൂടെ അതിൻ്റെ പോഷക ഗുണം വർദ്ധിപ്പിച്ചെടുക്കാം. തുടർന്ന് നമ്മൾ കണ്ടെയ്നറിനകത്ത് ഈ തിരി നടുക്ക് വരത്തക്ക രീതിയിൽ മണ്ണ് വിന്യസിച്ച് തിരി ഏതാണ്ട് പൊക്കത്തിൽ കാണത്തക്ക രീതിയിൽ തന്നെ വച്ചിട്ട് വേണം നമുക്കതിൽ മധ്യഭാഗത്തായിട്ട് നമ്മുടെ ചെടികൾ നടാൻ. ഇങ്ങനെ വേണം നമ്മൾ ചെടികൾ നട്ട് ക്രമീകരിക്കാൻ. ഓഫാമിൻ്റെ ഈ പ്രോഗ്രാമിലൂടെ ഈ പരിപാടി വീക്ഷിച്ച എല്ലാ പ്രേക്ഷകർക്കും ഓഫാമിൻ്റെയും എൻ്റെയും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു.